ഒടുവിൽ സരിൻ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ മോഹിച്ച് തന്നെ വളർത്തി വലുതാക്കിയ സ്വന്തം പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് സരിൻ CPM സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഉറപ്പിച്ചതാണ് അയാളുടെ തോൽവി. അങ്ങനെ ഒടുക്കം പി സരിൻ AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കാണുകയും ചെയ്തു. ചുവപ്പ് ഷാൾ അണിയിച്ചാണ് MV ഗോവിന്ദൻ സരിൻ സഖാവിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മന്ത്രി സജി ചെറിയാൻ, MK ബാലൻ തുടങ്ങിയവരെല്ലാം തന്നെ സരിനെ സ്വീകരിക്കാൻ AKG സെന്ററിൽ എത്തിയിരുന്നു. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായല്ലേ എന്ന ചോദ്യത്തിന് പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയുമായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നായിരുന്നു MV ഗോവിന്ദൻ നൽകിയ മറുപടി. മന്ത്രി സജി ചെറിയാനും MK ബാലനും എല്ലാം തന്നെ സരിനെ സ്വീകരിക്കാൻ AKG സെന്ററിലെത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു സരിൻ. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഒരേയൊരു ആശ്വാസം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചനയില്ല എന്ന് പാലക്കാട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ പറഞ്ഞിരുന്നത് പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് മത്സരമാണ് പൊതുപ്രവർത്തകന്റെ ലക്ഷ്യമെന്ന തോന്നൽ സമൂഹത്തിലുണ്ട്. നിൽക്കാൻ ഒരു തറയും നിലപാടുകൾ വിളിച്ചു പറയാൻ ഒരു മടിയും ഇല്ലാത്തിടത്തോളം കാലം ഇടതുപക്ഷത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുമ്പോൾ സീറ്റ് അത്ര പ്രധാന കാര്യമല്ല എന്നാണ് പി സരിൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ പി സരിനെ KTDC ചെയർമാനാക്കാൻ CPM-ൽ ആലോചനയുണ്ട്. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവി സരിന് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. KTDC ചെയർമാൻ PK ശശിയെ അച്ചടക്ക നടപടിയെടുത്ത് CPM മാറ്റി നിർത്തിയിരിക്കുന്നതിനാൽ ആ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ശശിയെ മാറ്റിയാൽ സരിൻ സഖാവായിരിക്കും ആ പദവിയിൽ എത്തുക. സരിന് ഉചിതമായ പദവി നൽകുമെന്ന് CPM നേതാക്കൾ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ സരിൻ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ടു. പാർട്ടിയിലും ഉചിതമായ സ്ഥാനം സരിന് നൽകും. സരിൻ CPM അംഗത്വം കൊടുക്കാനും സാധ്യത ഏറെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉപദേശം. ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കണമെന്ന് സരിൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഉചിതമായ പദവി ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. CPM-ൽ ചേരുന്നതിനും സരിന് എതിർപ്പില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. സരിന് DYFI-ൽ പ്രൊഫഷണൽ വിഭാഗത്തിന്റെ ചുമതല നൽകി സംഘടനയുടെ സംസ്ഥാന സമിതിയിൽ എത്തിക്കാനുള്ള ആലോചനകളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. CITU-വിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ആലോചനയിൽ ഉൾപ്പെടുന്നു. ഇതിനോടൊപ്പം സരിന്റെ പ്രൊഫഷണൽ മികവ് പരിഗണിച്ച് പൊതുമേഖലാ സ്ഥാപന ചുമതലയും നൽകും. നേരത്തെ കോൺഗ്രസ് വിട്ടുവന്ന KP അനിൽകുമാറിന് ഒഡെപെക്കിന്റെ ചെയർമാൻ പദവി നൽകിയിരുന്നു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാക്കി. ആ മാതൃക സരിൻ സഖാവിന്റെ കാര്യത്തിലും ഉണ്ടാകും. അടുത്ത കാലത്ത് CPM-ൽ സജീവമായ മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയിരുന്നു. CPM സോഷ്യൽ മീഡിയയുടെ ചുമതല നൽകുകയും ചെയ്തു. ഇതുപോലെ തന്നെ സരിനും എന്തായാലും മികച്ചൊരു പദവി തന്നെ നൽകാതിരിക്കില്ല.